എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മുട്ട വറുവലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 4 പച്ച കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി അതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിടണം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അതായത് 2 മീഡിയം സൈസ് സവോളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതേമാതിരി കട്ട് ചെയ്തതാണ്. ഈ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 6-7 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ടത് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു മീഡിയം സൈസിലൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 മുറി തക്കാളിയാണ്. അതായത് ഇതേപോലെ പൊടിയായി അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ നമുക്ക് 2 തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ പറഞ്ഞ മാതിരി അധികം വഴന്ന് വരണ്ട. നമ്മൾക്കിപ്പോൾ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. അധികം വഴന്ന് വരെ വേണ്ട. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് എരിവിന് കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് തേങ്ങ അരച്ചതാണ്. അതായത് തരിതരിപ്പായിട്ട് അരച്ച തേങ്ങയാണ്. അതുകൂടി ചേർത്ത് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് ഒരു 1/4 ഗ്ലാസ് അളവിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം കൂടി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വെന്ത് വരാനായിട്ട് നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ആ മുട്ടയൊന്ന് ചിക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ആ 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, അതിനാവശ്യത്തിനുള്ള പൊടിയുപ്പ് ചേർത്ത് നല്ലതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. ഈ സമയം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ മുട്ട മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമ്മൾക്ക് അതൊന്ന് മറിച്ചും തിരിച്ചും ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ ഇങ്ങനെ നമ്മൾ പതിയെ പതിയെ അതൊന്ന് ചിക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് പൊടിയാവാതെ തന്നെ നമ്മളതൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും തീ ലോ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് ഇതുപോലെ ഈ കഷ്ണങ്ങൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അല്പം വലിയ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ലതുപോലെ എടുത്ത് കഴിക്കാനൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ ആക്കി ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാല തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളമെല്ലാം വറ്റി മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ആ മുട്ട ചിക്കിയെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അതൊന്ന് ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിക്കട്ടെ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇതേ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ 4 കോഴിമുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് സൈഡ് ഡിഷായിട്ട്. ഇനി അതൊന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. ആ മസാലയൊക്കെ ഒന്ന് ആ മുട്ടയിൽ ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് ചേർന്ന് പിടിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ മുട്ട മിക്സ് ചെയ്യുമ്പോഴും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ. ഇനി അതിലേക്ക് അല്പം കൂടി ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. കുറച്ചുകൂടി ഞാൻ മല്ലിയില ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി മുട്ട വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ചോറിലേക്ക് ആ മുട്ട വറവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു മുരിങ്ങക്കായുടെ കറിയും കൂടിയുണ്ട്. അപ്പോൾ ഉഷാറായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.